നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ കേരളം കാത്തിരുന്ന ആ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് വരികയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം ഏത് സമയവും ആ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിർണായകമായ യോഗങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഒക്കെ അടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ സംഘം ഇപ്പോൾ ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തുന്നതിന് ദില്ലിയിലുണ്ട്. അവരെ കേൾക്കുകയാണ് ഹൈക്കമാൻഡ്. മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഹൈക്കമാൻഡിൻ്റെ സംഘമാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഇൻപുട്ട് സ്വീകരിക്കാം എന്ന് കഴിഞ്ഞ ദിവസം തീരുമാനിക്കുന്നതും അവരെ ദില്ലിക്ക് വിളിപ്പിക്കുന്നതും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവരെ വിളിപ്പിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരും ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട്. കെ മുരളീധരനും അതുപോലെ തന്നെ MM ഹസനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതിയ തലമുറയിൽപ്പെട്ട ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ദില്ലിയിലെത്തിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ അഭിപ്രായം മുഖ്യമന്ത്രി ആരാകണം, രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ആരാകണം എന്നുള്ളത് സംബന്ധിക്കുന്ന വിവരങ്ങളായിരിക്കും ഇപ്പോൾ ഹൈക്കമാൻഡിന് നൽകുക. ഈ വിവരങ്ങൾ കൂടി ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വീകരിക്കും അല്ലെങ്കിൽ കേൾക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും KC വേണുഗോപാൽ പക്ഷം ഇപ്പോൾ ഹൈക്കമാൻഡിനെ മറ്റൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. KC വേണുഗോപാൽ 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന സൂചനയാണ് ഇപ്പോഴും നൽകുന്നത്. അവർ ഉന്നയിക്കുന്ന ഒരു വിഷയമെന്നത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴെല്ലാം MLA-മാരുടെ പിന്തുണ എന്ന ഏക മാനദണ്ഡമാണ് എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഹൈക്കമാൻഡ്. കേരള ചരിത്രത്തിൽ എവിടെയും ഇത്തരത്തിൽ MLA-മാരുടെ പിന്തുണയ്ക്ക് അപ്പുറമുള്ള ഒരു മാനദണ്ഡത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ചിന്തിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഒരവസരം ഹൈക്കമാൻഡിന് കിട്ടുമ്പോൾ ആ സമയത്തെല്ലാം ഹൈക്കമാൻഡ് നോക്കുന്നത് MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നാണ്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരൊക്കെ വന്ന് MLA-മാരെ കാണുകയും MLA-മാരുടെ അഭിപ്രായം ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ തേടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് 2013 കർണാടക തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാര വടംവലി ഉണ്ടായി. DK ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് അവകാശപ്പെട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ വന്നു. DK ശിവകുമാറാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിച്ചത്. അതിൻ്റെ പ്രചരണം മുഴുവൻ അതിന് നേതൃത്വം നൽകിയത് DK ശിവകുമാർ ആയിരുന്നു. അവിടെ നിലവിലുണ്ടായിരുന്ന BJP സർക്കാരിനെ വലിച്ചു താഴെയിട്ട് പുതിയ കോൺഗ്രസ് സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് സംഘടനാപരമായും അല്ലാതെയും DK ശിവകുമാർ വഹിച്ചത്. DK ശിവകുമാർ അന്ന് അവിടെ PCC പ്രസിഡന്റായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അതുതന്നെയാണ്. എന്തായാലും DK ശിവകുമാറിന് തന്നെ മുഖ്യമന്ത്രി പദം നൽകണം എന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹവും. പക്ഷേ ഓർക്കാപ്പുറത്ത് ജയിച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധരാമയ്യയുടെ ഒരു ക്ലെയിം വന്നു. ആ അവകാശവാദം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, താൻ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്, സംസ്ഥാനത്തെ സീനിയർ കോൺഗ്രസ് നേതാവാണ്, ഒരു പ്രാവശ്യം കൂടി തനിക്ക് മുഖ്യമന്ത്രിയാകണം, തൻ്റെ അവസരം നിഷേധിക്കരുത്, MLA-മാരുടെ പിന്തുണ മുഴുവൻ തനിക്കാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് പരിശോധിച്ച് നോക്കിയപ്പോൾ MLA-മാരിൽ ഭൂരിഭാഗവും സിദ്ധരാമയ്യയ്ക്കായിരുന്നു പിന്തുണ നൽകിയത്. അതുകൊണ്ട് കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. 2.5 വർഷത്തിന് ശേഷം ഒഴിയണം എന്ന് ഒരു ഡീലുണ്ടായിരുന്നു അത്രേ. അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം DK ശിവകുമാർ വീണ്ടും എൻ്റെ മുഖ്യമന്ത്രി കസേര എവിടെ എന്ന് ചോദിച്ചപ്പോൾ സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയത് നിങ്ങളെ ഇവിടെ ഒരു MLA-ക്കും വേണ്ട എന്നാണ്. MLA-മാരെല്ലാം എൻ്റെ പക്ഷത്താണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും സിദ്ധരാമയ്യ കർണാടകയിൽ മുഖ്യമന്ത്രിയായി തുടരുന്നു. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റും തമ്മിൽ അധികാര വടംവലി ഉണ്ടായി. ആ സമയത്തും സച്ചിൻ പൈലറ്റിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹൈക്കമാൻഡിന് അത് സാധിച്ചില്ല. കാരണം MLA-മാരുടെ പിന്തുണയായിരുന്നു. അങ്ങനെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇപ്പോഴും എപ്പോഴും ഹൈക്കമാൻഡ് നോക്കിയിരുന്നത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ MLA-മാരുടെ പിന്തുണയായിരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു മാറ്റം എന്ന ചോദ്യമാണ് KC വേണുഗോപാൽ പക്ഷം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മറ്റൊരു മാനദണ്ഡത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് KC പക്ഷം വാദിക്കുന്നുണ്ട്. പക്ഷേ KC പക്ഷം ഇപ്പോൾ അങ്ങനെ വാദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം MLA-മാരുടെ പിന്തുണ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പൊതുവികാരമടക്കം പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് KC അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഹൈക്കമാൻഡിൻ്റെ രഹസ്യ നിരീക്ഷകരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ആരാണ് ആ നിരീക്ഷകരെന്നോ
എവിടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നോ ആർക്കും അറിയില്ല. അവർ സംസ്ഥാനത്തിൻ്റെ പൊതുവികാരം തേടുകയാണ്. കോൺഗ്രസിലെ MLA-മാർക്കപ്പുറം നേതാക്കന്മാർ എന്താണ് ചിന്തിക്കുന്നത്, ഘടകകക്ഷികൾ എന്താണ് ചിന്തിക്കുന്നത്, അതിനുമപ്പുറം കേരളത്തിലെ പൊതുജനത എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അവർ രഹസ്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രഹസ്യ സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി AICC അധ്യക്ഷൻ ഖാർഗെയുടെ മേശപ്പുറത്ത് വരും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും 7 മണിയോടുകൂടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതുകൊണ്ടാണ് KC MLA-മാരുടെ ആ പിന്തുണയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞ് വീണ്ടും ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുന്നത്. VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പ് നയിച്ചതെന്നും നയിച്ചവൻ അല്ലെങ്കിൽ പട നയിച്ചവൻ നായകനാകട്ടെ എന്നുമൊക്കെയുള്ള പൊതുവികാരം കേരളത്തിലുണ്ടോ എന്നാകും ഈ രഹസ്യ സംഘം പരീക്ഷിക്കുക. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണ ആർക്കാണ് എന്ന് വ്യക്തമാണ്. അങ്ങനെ KC വേണുഗോപാലിനെ അല്ലെങ്കിൽ ഈ പിന്തുണ മറികടന്നുകൊണ്ട് കേരളത്തിലെ പൊതുജന വികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായവും ഒക്കെ മറികടന്നുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി അവരോധിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നും ഈ രഹസ്യ ഗ്രൂപ്പ് നോക്കുന്നുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലും, ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പിഴച്ചുപോയ തീരുമാനങ്ങൾ പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവികാരം മാനിക്കാതെ, സംസ്ഥാനത്തെ ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായം മാനിക്കാതെ KC വേണുഗോപാലിനെ MLA-മാരുടെ പിന്തുണയിൽ മാത്രം സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായി അയച്ചാൽ കേരളത്തിൽ പാർട്ടിക്ക് ദോഷകരമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നും ഇപ്പോൾ ഹൈക്കമാൻഡ് ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ രഹസ്യ സംഘത്തിൻ്റെ കേരളത്തിലെത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും. അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ പൊതുവികാരം മാത്രം അളന്നെടുത്ത് റിപ്പോർട്ട് ചെയ്യുകയല്ല. തീർച്ചയായും കേരളത്തിലെ പൊതുവികാരം എന്ത് എന്നവർ ഈ രഹസ്യ സംഘം പഠിക്കും. അതിനുശേഷം രഹസ്യ നിരീക്ഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്നത് മറികടന്നുകൊണ്ട്, സംസ്ഥാനത്തെ വികാരം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് മറികടന്നുകൊണ്ട് KC വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി അവരോധിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചായിരിക്കും പ്രധാനമായിട്ടും ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക. ആ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മേശപ്പുറത്തെത്തും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. ഏതാണ്ട് തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും. പക്ഷേ അന്തിമ തീരുമാനം ഈ രഹസ്യ റിപ്പോർട്ടിന് ശേഷമായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇപ്പോൾ വളരെ കാര്യമായി തന്നെ രംഗത്തുണ്ട്. ഭരണപരിചയം തനിക്കാണ് എന്ന് ചെന്നിത്തല പറയുമ്പോൾ താനാണ് ഈ 5 വർഷത്തെ പോരാട്ടത്തിലൂടെ പിണറായി വിജയൻ്റെ ആ ഭരണം അവസാനിപ്പിച്ച് പാർട്ടിക്ക് വലിയ വിജയം നേടിക്കൊടുത്തത് എന്ന് VD സതീശൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ MLA-മാരുടെ പിന്തുണ മുഴുവൻ തനിക്കാണ് എന്ന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പരമ്പരാഗതമായ രീതികളിലൂടെ അല്ലാതെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനം അവരെടുക്കുകയും കേരളത്തിൽ ആ വലിയ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.